السلام عليكم ورحمة الله وبركاته. الحمد لله وحده والصلاة والسلام على من لا نبي بعده وآله وصحابه أما بعد. സ്നേഹമുള്ള സഹോദരങ്ങളെ, സൂറത്തുൽ ഫാത്തിഹയിലെ ബസ്മലയെക്കുറിച്ച്, അതിലെ 3 നാമങ്ങളെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തു. ഇനി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതിൻ്റെ അർത്ഥം എന്താണ് എന്ന് നമുക്ക് നോക്കാം. ബിസ്മില്ലാ, അള്ളാഹുവിൻ്റെ നാമത്തിൽ. അർ റഹ്മാൻ, പരമ കാരുണികൻ. അർ റഹീം, കരുണാനിധി. ഇവിടെ ഈ ബസ്മലയിൽ അള്ളാഹുവിൻ്റെ 3 നാമങ്ങളെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട് എന്നും അതിലെ അള്ളാഹു എന്ന നാമത്തെക്കുറിച്ച് ഇന്ന് വരാനിരിക്കുന്ന ക്ലാസ്സിൽ നമുക്ക് ചർച്ച ചെയ്യാമെന്നും സൂചിപ്പിച്ചിരുന്നു. ഇൻഷാ അല്ലാഹ് ഈ ബസ്മലയിൽ പരാമർശിച്ച അള്ളാഹു എന്ന നാമത്തെക്കുറിച്ചാണ് ഇന്നത്തെ നമ്മളുടെ ചെറിയ സമയത്ത് ഒതുങ്ങി നിൽക്കുന്ന ഈ ഒരു ക്ലാസ്. അള്ളാഹു എന്ന നാമം അത് വിശുദ്ധ ഖുർആനിലും അതുപോലെ തന്നെ തിരുസുന്നത്തിലും ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ള അള്ളാഹുവിന്റെ ഒരു ഇസ്മാണ്, അള്ളാഹുവിന്റെ ഒരു നാമമാണ്. വിശുദ്ധ ഖുർആനിൽ മാത്രം 2062 തവണ അള്ളാഹു എന്ന ഈ നാമം ആവർത്തിച്ചു വന്നിട്ടുണ്ട്. എത്ര തവണ? 2062 തവണ അള്ളാഹു എന്ന നാമം വിശുദ്ധ ഖുർആനിൽ ആവർത്തിച്ചു വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ 33 ആയത്തുകൾ ആരംഭിച്ചിട്ടുള്ളത് അള്ളാഹു എന്ന നാമം കൊണ്ടാണ്. 33 ആയത്തുകൾ പരിശുദ്ധ ഖുർആനിൽ ആരംഭിച്ചിട്ടുള്ളത് അത് അള്ളാഹു എന്ന നാമം കൊണ്ടാണ്. ഇനി നോക്കൂ, അത് മാത്രമല്ല സഹോദരങ്ങളെ, ദീനിൽ സ്ഥിരപ്പെട്ട എല്ലാ ദിക്റുകളിലും അള്ളാഹു എന്ന ഈ ഒരു നാമം നമുക്ക് കാണാൻ കഴിയും. എല്ലാ ദിക്റുകളിലും നമ്മൾ എടുത്ത് പരിശോധിച്ചു നോക്കുക. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തഹ്ലീലിൽ, അല്ലാഹു അക്ബർ എന്ന തക്ബീറിൽ, അൽഹംദുലില്ലാ എന്ന തഹ്മീദിൽ അള്ളാഹു എന്ന നാമം നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ സുബ്ഹാനല്ലാഹ് എന്ന തസ്ബീഹിൽ, ലാ ഹൗല വലാ ഖുവ്വത ഇല്ലാ ബില്ലാഹ് എന്ന ഹൗക്കലയിൽ, ഹസ്ബി അല്ലാഹ് എന്ന ഹസ്ബലയിൽ, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന ഇസ്തിർജാഇൽ, അതുപോലെ തന്നെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ബസ്മലയിലും ബിസ്മില്ലാ എന്ന തസ്മിയയിലുമൊക്കെ നമുക്ക് അള്ളാഹു എന്ന നാമം കാണുവാൻ വേണ്ടിയിട്ട് കഴിയും. അതുകൊണ്ട് തന്നെ അള്ളാഹു എന്ന ആ ഒരു നാമത്തിന്റെ പ്രാധാന്യവും അതിന്റെ അർത്ഥവും ഒക്കെ എന്താണ്, അതിന്റെ ആശയമെന്നൊക്കെ കൃത്യമായി കൊണ്ട്, അതിന്റെ വിശേഷണമൊക്കെ കൃത്യമായി കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അള്ളാഹു എന്ന വാക്ക് അടിസ്ഥാനപരമായി അത് ഈ രൂപത്തിലുള്ള ഇപ്രകാരമുള്ള ഒരു നാമമാണോ അതല്ല ഒരു മൂലധാതുവിൽ നിന്ന് എടുക്കപ്പെട്ടതാണോ എന്നതിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഏതായിരുന്നാലും ശരി, സ്രഷ്ടാവും സൃഷ്ടിപരിപാലകനും നിയന്താവും രക്ഷിതാവും സംരക്ഷകനും ഉടമസ്ഥനുമായ ഏകനായവനെ കുറിക്കുന്ന ഒരു സംജ്ഞാനാമമാണ് അള്ളാഹു എന്നുള്ള വിഷയത്തിൽ ആർക്കും തർക്കമില്ല. മഹത്വമേറിയവനും യഥാർത്ഥ ആരാധ്യനുമായവന്റെ അതിസുന്ദരവും അതിമഹത്വവുമായ നാമമാണ് അള്ളാഹു. ആരാധിക്കപ്പെടുന്നവൻ എന്ന അർത്ഥമുള്ള ഇലാഹ് എന്ന വാക്കിലേക്ക് അൽ എന്ന അവ്യയം ചേർത്ത് പ്രത്യേകമാക്കിയതാണ് എന്ന് അള്ളാഹു എന്ന നാമമെന്ന് പല പണ്ഡിതന്മാരും അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ആ അഭിപ്രായം നമ്മൾ പരിഗണിക്കുകയാണ് എങ്കിൽ ഇതനുസരിച്ച് ആ നാമത്തിന്റെ അർത്ഥം, അള്ളാഹു എന്ന നാമത്തിന്റെ അർത്ഥം സാക്ഷാൽ ആരാധ്യൻ, യഥാർത്ഥ ദൈവം, പരമേശ്വരൻ എന്നൊക്കെയാണ് നമുക്ക് മലയാളത്തിൽ തർജ്ജമ ചെയ്യുവാൻ വേണ്ടിയിട്ട് കഴിയുക. അള്ളാഹു എന്ന നാമം, സഹോദരങ്ങളെ, അള്ളാഹു എന്ന നാമം അത് അവന് മാത്രം പ്രത്യേകമായ നാമമാണ്. അതുകൊണ്ട് മറ്റൊന്നിനെയും നമുക്ക് നാമകരണം ചെയ്തുകൂടാ, ആരെയും നമുക്ക് അള്ളാഹു എന്ന് വിളിക്കുവാൻ വേണ്ടിയിട്ട് കഴിയുകയില്ല. അത് അള്ളാഹുവിന് മാത്രം പ്രത്യേകമായിട്ടുള്ള നാമമാണ്. അള്ളാഹുവിന് 99 നാമങ്ങളുണ്ട് എന്നും അതുകൊണ്ട് തന്നെ മറ്റു നാമങ്ങൾ കൊണ്ട് അള്ളാഹുവിന് പേര് വെക്കുവാൻ വേണ്ടി പാടുണ്ടോ എന്നുള്ളതും അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. വെറും അള്ളാഹു എന്ന നാമം മാത്രമാണോ അത് പ്രത്യേകമായിട്ടുള്ള നാമം അള്ളാഹുവിനുള്ളത്? അതുകൊണ്ട് പേര് വെക്കാൻ വേണ്ടി കഴിയുന്ന രൂപത്തിൽ ഉള്ള മറ്റു വേറെ വല്ല നാമങ്ങളും ഉണ്ടോ എന്നുള്ള വിഷയം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാ അദ്ദേഹം പറയുന്നു, തഫ്സീർ ഇബ്നു കസീറിൽ നമുക്ക് കാണാൻ കഴിയും, നിശ്ചയം അള്ളാഹുവിന്റെ നാമങ്ങളിൽ അവനല്ലാത്തവർക്ക് പേര് വെക്കപ്പെടുന്നവയുണ്ട്,
അവയിൽ അവനല്ലാത്തവർക്ക് പേര് വെക്കപ്പെടാത്തവയുമുണ്ട്. അള്ളാഹു അൽ ഖാലിഖ്, അർ റഹ്മാൻ തുടങ്ങിയ നാമങ്ങൾ പോലെ എന്ന്. അള്ളാഹു എന്നും അൽ ഖാലിഖ് എന്നും അർ റഹ്മാൻ എന്നൊക്കെ പോലെയുള്ള അള്ളാഹുവിന്റെ നാമങ്ങൾ അത് ആർക്കും ഉപയോഗിക്കുവാൻ വേണ്ടിയിട്ട് പാടുള്ളതല്ല. എന്നാൽ അള്ളാഹുവിന്റെ ചില നാമങ്ങളുണ്ട്, അത് അള്ളാഹു അല്ലാത്തവർക്കും പേര് വെക്കുവാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുവാൻ വേണ്ടിയിട്ട് കഴിയും. ഈ വിഷയം സഹോദരങ്ങളെ നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടതുണ്ട്. അള്ളാഹുവിന്റെ നാമങ്ങൾ കൊണ്ട് അള്ളാഹുവിന്റെ പടപ്പുകൾക്ക് പേര് വെക്കുന്ന വിഷയത്തിൽ അത് രണ്ടു നിലക്കാണ് എന്ന് പണ്ഡിതന്മാർ പഠിപ്പിച്ചു തരിക. ഒന്ന്, അള്ളാഹുവിനെ വേർതിരിച്ചറിയിക്കുന്നതും അവന് പ്രത്യേകമായിട്ടുള്ളതുമായ അള്ളാഹുവിന്റെ നാമങ്ങൾ, അള്ളാഹു അൽ ഖാലിഖ്, അർ റഹ്മാൻ പോലെയുള്ള നാമങ്ങൾ. ഇത്തരം നാമങ്ങൾ കൊണ്ട് അള്ളാഹു അല്ലാത്തവർക്ക് പേര് വെക്കുവാൻ വേണ്ടിയിട്ട് പാടുള്ളതല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. മറിച്ച് അള്ളാഹുവിന്റെ അടിമ എന്ന് അർത്ഥം വരുന്ന അബ്ദ് എന്ന പദം അതിനോട് ചേർന്നുകൊണ്ട് നമ്മൾ പറയേണ്ടതുണ്ട്. ഏതുപോലെ അബ്ദുല്ലാ, അബ്ദുൽ ഖാലിഖ്, അബ്ദുർ റഹ്മാൻ, ഈ രൂപത്തിലൊക്കെ ഈ അള്ളാഹുവിന്റെ പേര് ചേർത്തുകൊണ്ടാണ് നമുക്ക് പേര് വെക്കുവാൻ വേണ്ടിയിട്ട് അനുവാദമുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇനി രണ്ടാമത്തെ ഒരു പേര് വെക്കുന്ന വിഷയത്തിലുള്ള രണ്ടാമത്തെ രൂപം ഏതാ? അത് സാർവത്രികമായ ആശയമുള്ളതും ആ ആശയത്തിൽ അതിലെ വ്യക്തികൾ ഏറ്റക്കുറച്ചിലായിരിക്കുകയും ചെയ്യുന്ന നാമങ്ങളുണ്ട്. എങ്ങനെ? സാർവത്രികമായിട്ടുള്ള ഒരു ആശയം ഉണ്ടായിരിക്കും ആ പേരുകൊണ്ട്. ആ ആശയത്തിൽ അതിലെ വ്യക്തികൾ ഏറ്റക്കുറച്ചിലുള്ള ആളുകളായിരിക്കും ആ വിഷയത്തിൽ, അതിന്റെ വിശേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട്. ഉദാഹരണത്തിന് അസീസ്, മലിക്, ഹലീം തുടങ്ങിയിട്ടുള്ള നാമങ്ങൾ. ഈ നാമങ്ങൾ അള്ളാഹുവിനുള്ളതാണ്. അൽ അസീസ്, അൽ മലിക്, അൽ ഹലീം തുടങ്ങിയ നാമങ്ങൾ അള്ളാഹുവിന്റെ നാമങ്ങളാ. എന്നാൽ ഈ രൂപത്തിലുള്ള നാമങ്ങൾ കൊണ്ട് അള്ളാഹു അല്ലാത്തവർക്കും പേര് വെക്കുവാൻ വേണ്ടിയിട്ട് കഴിയും എന്നുള്ളതാണ്. അള്ളാഹു ഈ നാമങ്ങൾ കൊണ്ട് അള്ളാഹുവിന്റെ ചില അടിമകൾക്ക് പേര് വെച്ചത് പരിശുദ്ധ ഖുർആനിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ കുറിച്ച്, ഇബ്രാഹിം നബി അലൈഹിസ്സലാമക്ക് ഇസ്മായിൽ അലൈഹിസ്സലാമിനെ സന്തോഷ വാർത്തയായി അറിയിച്ചപ്പോൾ ഇസ്മായിൽ അലൈഹിസ്സലാമിന്റെ വിശേഷണമായി വിശുദ്ധ ഖുർആനിൽ ഹലീം എന്ന പദം നമുക്ക് കാണാം. ഫബശർനാഹു ബിഗുലാമിൻ ഹലീമ, അപ്പോൾ സഹനശീലനായ ഒരു ബാലനെ പറ്റി അദ്ദേഹത്തിന് സന്തോഷ വാർത്ത അറിയിച്ചു എന്ന് സൂറത്ത് സ്വാഫാത്തിലെ 101 ആയത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഇവിടെ മലക്കുകൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാമക്ക് ഇസ്ഹാഖ് അലൈഹിസ്സലാമിനെ സന്തോഷ വാർത്തയായി അറിയിച്ചപ്പോഴും ഈ രൂപത്തിലുള്ള പദം ഉപയോഗിച്ചത്, ഹലീം എന്ന പദം ഉപയോഗിച്ചത് സഹോദരങ്ങളെ നമുക്ക് കാണുവാൻ വേണ്ടിയിട്ട് കഴിയും. അതുപോലെ തന്നെ യൂസഫ് നബി അലൈഹിസ്സലാമിയുടെ കാലത്ത് ഈജിപ്ത് ഭരിച്ചിരുന്ന രാജാവിനെ കുറിച്ച് അള്ളാഹു പറഞ്ഞത് എന്താ? വഖാലൽ മലികു ഇഅ്തൂനി ബിഹി, രാജാവ് പറഞ്ഞു നിങ്ങൾ യൂസഫിനെ എന്റെ അടുത്തേക്ക് കൊണ്ടുവരൂ എന്ന്. യൂസഫ് നബി അലൈഹിസ്സലാമയുമായി ബന്ധപ്പെട്ട ചരിത്രത്തിന്റെ ഒരു ഭാഗമായി കൊണ്ടുള്ള ഒരു വിഷയമാണ്. ഞാൻ ആ ചരിത്രത്തിലേക്ക് കടക്കുന്നില്ല. സൂറത്ത് യൂസഫിലെ 50 ആയത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഇവിടെ യൂസഫ് നബി അലൈഹിസ്സലാമിയുടെ കാലത്ത് ഈജിപ്ത് ഭരിച്ചിരുന്ന രാജാവിനെ കുറിച്ച് അൽ മലിക് എന്ന വിശേഷണമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ അറിയിക്കുന്നത്. ഇതേപോലെ തന്നെ യൂസഫ് നബി അലൈഹിസ്സലാമിയെ വിലക്ക് വാങ്ങിയ ഈജിപ്തിലെ പ്രഭുവിനെ കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതെന്താ? ഖാലത്തിംറഅത്തുൽ അസീസ്, പ്രഭുവിന്റെ ഭാര്യ പറഞ്ഞു എന്ന് സൂറത്ത് യൂസഫിലെ 51 ആയത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഇവിടെയും യൂസഫ് നബി അലൈഹിസ്സലാമയുമായി ബന്ധപ്പെട്ട ഒരു ചരിത്രത്തെ പരാമർശിക്കുമ്പോഴാണ് അവിടെ യൂസഫ് നബി അലൈഹിസ്സലാമയുമായി ബന്ധപ്പെട്ട ഒരു ആരോപണം, ഒരു സ്ത്രീയുമായി ബന്ധപ്പെട്ട ഒരു വിഷയം, അതിനെക്കുറിച്ച് പറയുന്ന സമയത്ത് ആ സ്ത്രീയെ അള്ളാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തിയത് പ്രഭുവിന്റെ ഭാര്യ അൽ അസീസ്, ഇംറഅത്തുൽ അസീസ് എന്നാണ്. പ്രഭുവിന്റെ ഭാര്യ, അവിടെ അസീസ് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടെ സൂചിപ്പിച്ചത്. അള്ളാഹുവിന്റെ ഇത്തരം നാമങ്ങൾ കൊണ്ട്, അസീസ്, മലിക്, ഹലീം പോലെയുള്ള അള്ളാഹുവിന്റെ നാമങ്ങൾ കൊണ്ട് അള്ളാഹുവിന്റെ അടിമകൾക്ക് പേര് വെക്കുന്നത് അത് പടപ്പുകളെ അള്ളാഹുവോട് തുല്യമാക്കുന്നു എന്നതിനെ ഒരിക്കലും അനിവാര്യമാക്കുന്നില്ല എന്ന് പണ്ഡിതന്മാര് വിശദീകരിച്ചു തന്നത് കാണാൻ കഴിയും. കാരണം എന്താ? കാരണം അവയിൽ നിന്ന് അള്ളാഹുവിലേക്ക് ചേർക്കപ്പെടുന്നത് അവന് പ്രത്യേകവും അവന്റെ മഹത്വത്തിനും അവന്റെ പൂർണ്ണതക്കും അനുയോജ്യമായ നിലക്കാണ്. അതിൽ അവന് തുല്യനായിക്കൊണ്ടോ സമമായിക്കൊണ്ടോ സമക്കാരനായിക്കൊണ്ടോ പങ്കാളിയായിക്കൊണ്ടോ ആരും തന്നെ ഇല്ല എന്നുള്ളത് നമ്മൾ അടിയുറച്ച് വിശ്വസിക്കേണ്ടതുണ്ട്. എന്നാൽ ആ നാമങ്ങളിൽ നിന്ന് പടപ്പുകളിലേക്ക് ചേർക്കപ്പെടുന്നത് അവർക്ക് ചേർന്ന പ്രത്യേകമായ അർത്ഥത്തിലും അതുപോലെ തന്നെ അവരുടെ കുറവുകളും പോരായ്മകളും
പരിഗണിച്ചുകൊണ്ട് മാത്രമാണ് എന്നും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെ ഒരു അള്ളാഹുവിന്റെ അടിമയെ കുറിച്ച് പ്രഭു എന്ന് പറയുമ്പോൾ, അസീസ് എന്ന് പറയുമ്പോൾ, അതുപോലെ തന്നെ ഹലീം എന്ന് പറയുമ്പോൾ, അതുപോലെ തന്നെ അൽ മലിക് എന്നൊക്കെ പറയുമ്പോൾ അതൊരിക്കലും തന്നെ അത് പൂർണ്ണത നിറഞ്ഞ രൂപത്തിലുള്ള ഒരു അർത്ഥത്തിലാണ് എന്നും അള്ളാഹുവിന് തുല്യനായിക്കൊണ്ടോ സമമായിക്കൊണ്ടോ പങ്കാളിയായിക്കൊണ്ടോ അല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. മറിച്ച് അവരുടെ കുറവുകളും പോരായ്മകളും ഒക്കെ പരിഗണിച്ചുകൊണ്ടുള്ള ഒരു രൂപത്തിലാണ് ഈ നാമങ്ങൾ വന്നിട്ടുള്ളത് എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം സഹോദരങ്ങളെ. ഇനി അള്ളാഹു എന്ന നാമത്തിലേക്ക് നമ്മൾ വരികയാണ് എങ്കിൽ ഹൃദയങ്ങൾ ഭയക്കുകയും മനസ്സുകൾ ആഗ്രഹിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന യഥാർത്ഥ ആരാധ്യനുള്ള നാമമാണ് അള്ളാഹു. അവനെക്കുറിച്ചുള്ള ദിക്റും അവനോടുള്ള ശുക്റും, അതായത് അള്ളാഹുവോടുള്ള നന്ദി പ്രകടനവും അവനിലുള്ള ഇഷ്ടവും ഇണക്കവും വർദ്ധിപ്പിക്കുവാൻ വേണ്ടിയിട്ടത് കാരണമാകുമെന്നാണ്. അതുകൊണ്ട് അള്ളാഹു എന്നുള്ള ആ ഒരു നാമം അതിന് പ്രത്യേകതയുണ്ട് സഹോദരങ്ങളെ. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ മദാരിജു സാലിക്കീൻ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ അസ്മാഉൽ ഹുസ്നയുടെ അള്ളാഹുവിന്റെ ഉത്തമമായ നാമത്തിനെ കുറിച്ച് സൂചിപ്പിക്കുമ്പോൾ പറയുന്നുണ്ട്, ആശയങ്ങളെ മുഴുവൻ തേടുകയും മൊത്തത്തിൽ അവയെ അറിയിക്കുകയും ചെയ്യുന്ന നാമമാണ് അള്ളാഹു എന്ന് മനസ്സിലാക്കാമെന്ന് അദ്ദേഹം വ്യക്തമാക്കി പറയുന്നുണ്ട്. ആരാണ് അള്ളാഹു എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നെ പറയുന്ന ഭാഗം പരിശുദ്ധ ഖുർആനിൽ കാണാം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഖുദുഹു സിനത്തും വലാ നൗം. അള്ളാഹു അവനല്ലാതെ യാതൊരു ഇലാഹുമില്ല, എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ, എല്ലാം നിയന്ത്രിക്കുന്നവൻ, മയക്കമോ ഉറക്കമോ അവനെ ബാധിക്കുന്നില്ല എന്ന് അള്ളാഹു ആയത്തുൽ കുർസിയിലൂടെ സൂറത്തുൽ ബഖറയിൽ നമുക്ക് അറിയിച്ചു തന്നത് കാണാം. ഇനി അതുപോലെ തന്നെ ഇന്നമല്ലാഹു ഇലാഹുൻ വാഹിദ് സുബ്ഹാനഹു, അള്ളാഹു ഏക ആരാധ്യൻ മാത്രമാകുന്നു, അവൻ എത്രയോ പരിശുദ്ധനാണ് എന്ന് സൂറത്തു നിസായിലെ 171 ആയത്തിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഏക ആരാധ്യനായ അവൻ മാത്രമാണ് ആരാധനക്കർഹൻ. അതുകൊണ്ടാണ് അവനെ മാത്രം ആരാധിക്കുവാൻ അവൻ കൽപ്പിച്ചതും അതുപോലെ തന്നെ ഈ കൽപ്പന അവനിൽ നിന്നുള്ള നബിമാർക്കെല്ലാം പ്രഥമവും പ്രധാനവുമായി പ്രബോധനം ചെയ്യുവാൻ വേണ്ടിയിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അവരോട് കൽപ്പിക്കുന്നത്. ഹൂദ് നബി അലൈഹിസ്സലാം ആദ് സമുദായത്തോട് പറഞ്ഞില്ലേ, ഖാല യാ ഖൗമി ഉബ്ദുല്ലാഹ മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറുഹു, എന്റെ ജനങ്ങളെ നിങ്ങൾ അള്ളാഹുവെ ആരാധിക്കുവിൻ, നിങ്ങൾക്ക് അവനല്ലാതെ യാതൊരു ഇലാഹുമില്ല എന്ന് സൂറത്ത് അഹ്റാഫിലെ 65 ആയത്തിൽ കാണാം. ഇതുപോലെ തന്നെ പല നബിമാരും പ്രഥമമായി കൊണ്ട് അള്ളാഹുവിനെ പരിചയപ്പെടുത്തിക്കൊണ്ട് അള്ളാഹുവിനെ ആരാധിക്കുവാൻ വേണ്ടി പറഞ്ഞത് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ദുആ, ഇസ്തിഗാസ, ഇസ്തിആന, അതായത് നമ്മുടെ പ്രാർത്ഥനയും രക്ഷാതേട്ടവും അതുപോലെ സഹായത്തേട്ടവും അതുപോലെ തന്നെ ഇസ്തിആദയും ഖൗഫും റജാവും ഒക്കെ, അതായത് അഭയത്തേട്ടവും ഭയവും പ്രതീക്ഷയും ഒക്കെ, അതുപോലെ നമ്മളുടെ റഗ്ബത്ത് അതായത് ആഗ്രഹം, അതുപോലെ തന്നെ റഹ്ബത്ത് അതായത് നമ്മളുടെ ഭീതി, അതുപോലെ നമ്മളുടെ തവക്കുൽ അള്ളാഹുവിനെ ഭരമേൽപ്പിക്കുന്ന വിഷയം, അതുപോലെ നമ്മുടെ സ്വലാത്ത്, നമ്മുടെ റുക്കൂ, നമ്മുടെ സുജൂദ്, നമ്മളുടെ നോമ്പ്, നമ്മളുടെ ബലി, അങ്ങനെ ആരാധനകളുടെ മുഴുവൻ ഇനങ്ങളും അള്ളാഹുവിന് മാത്രമേ ആകാവൂ എന്നുള്ളതാണ് ഒരു മുസ്ലിം അടിയുറച്ച് വിശ്വസിക്കുന്നത്. ഖുൽ ഇന്ന സ്വലാത്തി വനുസുകി വമഹിയായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ, തീർച്ചയായും എന്റെ പ്രാർത്ഥനയും എന്റെ ആരാധനാ കർമ്മങ്ങളും എന്റെ ജീവിതവും എന്റെ മരണവും ലോകരക്ഷിതാവായ അള്ളാഹുവിനുള്ളതാകുന്നു എന്നാണ് വിശുദ്ധ ഖുർആനിലെ സൂറത്ത് അൻആമിലെ 162 ആയത്താണ്. ഇപ്പൊ നോക്കൂ സഹോദരങ്ങളെ, സൃഷ്ടികൾക്കിടയിൽ ഏറ്റവും പ്രസിദ്ധവും അവരുടെ നാവുകൾ കൊണ്ട് അധികവും വിളിക്കപ്പെടുന്ന ഒരു നാമമാണ് അള്ളാഹു. ആ നാമത്തിന് ഒരു പ്രത്യേകതയുണ്ട് സഹോദരങ്ങളെ. വിളിക്കപ്പെടുമ്പോൾ അൽ എന്ന അവ്യയം നഷ്ടപ്പെടാതെ ചേർന്നു നിൽക്കുന്ന അള്ളാഹുവിന്റെ ഇസ്മുകളിൽപ്പെട്ട ഏക നാമമാണ് അള്ളാഹു. എങ്ങനെ? അള്ളാഹു എന്നതിൽ അൽ ഇലാഹ് എന്ന രൂപത്തിലാണ് എങ്കിൽ അൽ എന്ന അവ്യയം നഷ്ടപ്പെടാതെ, അൽ എന്ന ആ ഒരു പദം, ആ ഒരു അവ്യയം അത് നഷ്ടപ്പെടാതെ ആ നാമത്തിലേക്ക് ചേർന്നു നിൽക്കുന്ന അള്ളാഹുവിന്റെ ഒരേ ഒരു നാമമുള്ളൂ, അത് അള്ളാഹു എന്നുള്ളതാണ്. നമ്മൾ വിളിക്കുമ്പോൾ, നമ്മൾ അള്ളാഹുവിനെ വിളിക്കുകയും അള്ളാഹുവോട് ദുആ ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന സന്ദർഭത്തിൽ. എന്നാൽ നോക്കൂ, അള്ളാഹുവിന്റെ മറ്റു നാമങ്ങളെല്ലാം അള്ളാഹുവിനെ വിളിക്കപ്പെടുമ്പോൾ അതിൽ നിന്ന് അത് ആ അൽ എന്നുള്ള ആ വ്യയം നഷ്ടപ്പെടും. ഉദാഹരണം, അൽ ഇലാഹ്, അർ റഹ്മാൻ,
അൽ ഖാലിഖ്. നമ്മൾ എങ്ങനെയാ അത് ഉപയോഗിച്ച് വിളിക്കുന്നത്? യാ ഇലാഹ്, യാ റഹ്മാൻ, യാ ഖാലിഖ്, അങ്ങനെയാ വിളിക്കുന്നത്. അതില് അൽ എന്ന അവ്യയം നമ്മൾ മാറ്റി നിർത്തുകയാണ് എന്നർത്ഥം. എന്നാൽ അള്ളാഹുവിനെ നമ്മൾ ആ നാമം കൊണ്ട് വിളിക്കുമ്പോൾ യാ അള്ളാ എന്നാ വിളിക്കുന്നത്. അവിടെ അൽ എന്ന അവ്യയം അത് നഷ്ടപ്പെടാതെ അതിലേക്ക് ചേർന്ന് നിൽക്കുന്നുണ്ട് എന്നാണ്. ഈ രൂപത്തിലുള്ള ഒരേ ഒരു നാമം മാത്രമേ ഉള്ളൂ, അത് അള്ളാഹു എന്നുള്ള ഒരു നാമമാണ്. അത് അതിന്റെ പ്രത്യേകതയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം സഹോദരങ്ങളെ. ഈ മഹത്തായ നാമം കൊണ്ടാണ് ബസ്മല ആരംഭിച്ചിട്ടുള്ളത് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് നമ്മൾ ആരംഭിക്കുന്നത് അള്ളാഹുവിന്റെ ആ നാമം ആദ്യമായി കടന്നു വരുന്നത് അള്ളാഹു എന്നുള്ള നാമമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇനിയുള്ള 2 നാമങ്ങളുണ്ട് സൂറത്തുൽ ഫാത്തിഹയിൽ തന്നെ. ഇൻഷാ അല്ലാ അതേ നാമങ്ങൾ വീണ്ടും പ്രതിപാദിക്കുന്നുണ്ട്. അവിടെ വെച്ചുകൊണ്ട് നമുക്ക് ഇൻഷാ അല്ലാ നമുക്ക് അത് ചർച്ച ചെയ്യാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.